എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 20-ന്റെ 11 മുതൽ 15 വരെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ നമ്മുടെ ആയുസ്സിനോട് ദൈവം തമ്പുരാൻ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ, പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ ഇന്നത്തെ പകലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാനൊരു വെള്ള സിംഹാസനവും അതിന്മേൽ ഇരിക്കുന്നവനെയും കണ്ടു. ഈ ഭാഗം വരെ യുദ്ധങ്ങളിലും സാമ്രാജ്യങ്ങളുടെ പതനങ്ങളിലും മറ്റുമായി ചരിത്രത്തിൽ നടന്ന അല്ലെങ്കിൽ നടക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ് യോഹന്നാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വേദഭാഗത്തെ ന്യായവിധി സിംഹാസനത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഈ ചുരുങ്ങിയ വാക്യങ്ങളിലാണ് ദൈവത്തിൻ്റെ അന്തിമ ന്യായവിധിയുടെ ദർശനം യോഹന്നാൻ പങ്കിടുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്ന് യോഹന്നാൻ പറയുന്നത് ദൈവത്തെക്കുറിച്ച് മാത്രമാണ്. അന്തിമ ന്യായവിധി ആത്യന്തികമായി ജീവന്റെയും മരണത്തിൻ്റെയും പ്രശ്നമാണ്. ചരിത്രം ഗതകാലത്തിൻ്റെതാണ്. രക്തപങ്കിലമായ ചരിത്രത്തിൻ്റെ രംഗമായിരുന്ന ഭൂമിയും ആകാശവും ന്യായാധിപന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. അവയ്ക്ക് ഇനി സ്ഥാനമില്ല. അത് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വഴിമാറേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് അവസാന ശത്രു നശിപ്പിക്കപ്പെടണം. സമുദ്രവും മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കണം. നശിപ്പിക്കുകയും മരിച്ചവരെ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യുന്നതിനുള്ള അവരുടെ കാലം അവസാനിച്ചിരിക്കുന്നു. മരണത്തിൻ്റെ മണ്ഡലം ശൂന്യമാണ്. മരണവും പാതാളവും തീപ്പൊയ്കയിൽ എറിയപ്പെട്ടു. ഇതാണ് രണ്ടാം മരണം. ഈ തീപ്പൊയ്ക എന്ന് പറയുന്നത് തന്നെ മരണത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ്. ചെറിയവരും വലിയവരുമായ മരിച്ചവരെല്ലാം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഇത് ഒരു വലിയ കാഴ്ചപ്പാടാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. അങ്ങനെ ഒരു മഹാസംഗമത്തിൻ്റെ മുൻപിൽ
പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നു. പ്രമുഖരാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യരുടെ പ്രവൃത്തികളെല്ലാം രേഖപ്പെടുത്തുന്ന ചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ, ഒരു മനുഷ്യായുസിൻ്റെ ചരിത്ര പുസ്തകം. അവർ ചെയ്തതിനനുസരിച്ച് അവരവർക്ക് ന്യായവിധി ഉണ്ടാകുന്നു. ഓരോ മനുഷ്യജീവിയും തങ്ങളുടെ ജീവിതത്തിന് ഉത്തരവാദികൾ ആകണം. മറ്റുള്ളവരെ മാത്രം കുറ്റം പറഞ്ഞ് ഒഴിയാൻ നമുക്ക് കഴിയില്ല. സാധാരണഗതിയിൽ നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം മറ്റുള്ളവരുടെ മേൽ ചാരി രക്ഷപ്പെടാൻ നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുൻപാകെ, ആ മഹാന്യായാസനത്തിന് മുൻപാകെ ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. തീർച്ചയായും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ ചെറിയവരും അശക്തരുമായാലും പീഡനത്തെയും വിവേചനത്തെയും ദുരിതത്തെയും നേരിടുന്നതിന് വിഭിന്ന മാർഗങ്ങളുണ്ട്. അതെല്ലാം വിലയിരുത്തപ്പെടും. കണക്ക് പൊരുത്തപ്പെടുന്നത് പോലെയോ ഉദ്യോഗസ്ഥർ ഫയൽ പരിശോധിക്കുന്നത് പോലെയോ കമ്പ്യൂട്ടർ രേഖ അവതരിപ്പിക്കുന്നത് പോലെയോ ഒന്നുമല്ല. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പലപ്പോഴും ഇത് മുൻനിർണയമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ചിലരുടെ പേര് എഴുതുകയും മറ്റുള്ളവരുടേത് വിട്ടുകളയുകയും ചെയ്യും എന്നാണ് വാദം. അങ്ങനെയാണെങ്കിൽ മറ്റു പുസ്തകങ്ങൾക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന് അത്ര പ്രസക്തിയില്ലല്ലോ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയാൻ കഴിയും എന്ന് യോഹന്നാൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായം 5-ാം വാക്യം. അനേകം വിശ്വാസികൾ ദൈവം നിത്യത മുതൽക്കേ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നതിനെ ചൊല്ലി വിഷമിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് പറയുന്നു, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. അവിടെ പറയുന്നത്, നീ എഴുതിയിരിക്കുന്ന നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജനതയെ അവരുടെ പാപനിമിത്തം ശിക്ഷിക്കാൻ ദൈവം തമ്പുരാൻ ഒരുങ്ങുന്ന സമയത്ത് അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് മോശ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ശിക്ഷയും എനിക്ക് രക്ഷയും എന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് മോശയുടെ നിലപാട്. അതുകൊണ്ട് നീ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണം. അപ്പോൾ പേര് കൂട്ടിച്ചേർക്കുന്നതിനും മായ്ച്ചു കളയുന്നതിനുമൊക്കെയുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ്. അതാണ് ആ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ സർദീസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അവർക്ക് ജീവനുള്ളവരെന്ന് പേരുണ്ടെങ്കിലും അവർ സാക്ഷാൽ മരിച്ചവരാണെന്നും ജീവനിൽ നിന്ന് പുറത്താകാൻ അവർ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് കൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് നീക്കപ്പെടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണമെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സ്നേഹത്തിൽ നിന്ന് സൃഷ്ടി നടത്തിയ ദൈവം ചിലരെ നിത്യമായി ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ചിന്തിക്കുക അത്ര സാധ്യമല്ല. പേരുകൾ എന്നേക്കുമായി മായ്ച്ചു കളയുകയും മരണത്തോടൊപ്പം തീപ്പൊയ്കയിൽ എറിയുകയും ചെയ്യും എന്ന് ചിന്തിക്കാൻ നമുക്ക് വിഷമമാണ്. യോഹന്നാന്റെ ദർശനം അന്തിമമായി ജീവന്റെ സ്വീകരണമാണ്, അല്ലാതെ നിരാകരണമല്ല.
ഒരു വശത്ത് മരണത്തിൻ്റെ നിർമ്മാർജ്ജനവും മറുവശത്ത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ശാക്തീകരണവുമാണ് കാണുന്നത്. സകല സൃഷ്ടിയോടും കൂടെ ഞരങ്ങുന്നവരായി ജീവിതത്തിൽ നാം ജീവൻ തിരഞ്ഞെടുക്കുന്നുവോ, അതോ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് മരണത്തിൻ്റെ വക്താക്കളായി നിൽക്കാൻ നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നുവോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അതുകൊണ്ട് ദൈവം തൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ആയുസ്സിൻ്റെ നാളുകളിലെ സകല കാര്യങ്ങളും കോറിയിടുന്നു എന്ന ഒരു ചിന്ത, ഇത് പഴയ പുതിയ നിയമങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു. ഒരു നഗരാധിപൻ ആ നഗരത്തിൽ വസിക്കുന്നവരുടെ പേരുകളെല്ലാം രേഖപ്പെടുത്തിയ പുസ്തകം തൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനതയുടെ മക്കളുടെ പേരുകൾ സൂക്ഷിക്കുന്നു എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് നമുക്ക് പുതിയ പ്രഭാതത്തിൽ ദൈവം രേഖപ്പെടുത്തിയ രേഖയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാനുള്ള കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അന്തിമ ന്യായവിധിയിൽ നിൽക്കേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ, ഭയത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ, തള്ളിക്കളയാതെ സ്വീകരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവേ, ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വരാമായിരിക്കുന്ന ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിലും വിടുവിക്കണമേ. ദൈവം തമ്പുരാൻ്റെ കരുതലിൽ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചുകൊള്ളണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും എളിയവരുടെ ആവശ്യങ്ങളിലും ഞങ്ങളുടെ യാത്രകളിലും ജോലി സംബന്ധമായ ഇടങ്ങളിലും ഉത്തരവാദിത്വ നിർവഹണ മേഖലകളിൽ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ഷീണവും പ്രയാസവും അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. ഹോസ്പിറ്റലുകളിൽ ചികിത്സയിൽ കഴിയുന്നവരും വിശ്രമിക്കുന്നവരും ആ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം കൂടെ ഇരിക്കണമേ. ദുഃഖത്തിലും പ്രയാസത്തിലും ഒറ്റപ്പെട്ട നീർന്ന അനുഭവങ്ങളിലുമായിരിക്കുന്നവർക്ക് കർത്താവെ അവിടുന്ന് വിടുതലും സൗഖ്യവും നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതു നാളുകൾ എല്ലാവർക്കും നൽകണമേ. യേശു മശിഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.